വളരെ മുന്നേ ഉള്ള അമ്പലമാണെങ്കിലും ഞങ്ങൾ പണ്ടേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് ഭയങ്കര അഭിവൃദ്ധിയും പ്രോസ്പെരിറ്റിയും ഇതിലേ പോകുന്നവരാരും ഈ അമ്പലത്തിൽ കയറി തൊഴാതെ പോകാറില്ല. രാവിലെ ഒരു 8-9 മണിക്കൊക്കെ വന്ന ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട് തൊഴാനായിട്ട്. ഇതിലെ പാസ് ചെയ്ത് പോകുന്ന എല്ലാവരും ഇവിടെ ക്ഷേത്രത്തിൽ ഇറങ്ങി 1 രൂപയെങ്കിലും ഇട്ടിട്ട് പോകുന്ന ആൾക്കാരേ ഉള്ളൂ. ശിവരാത്രിയുടെ പുണ്യം നുകരാനുള്ള ഒരുക്കത്തിലാണ് ഭക്തരെല്ലാവരും. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ശിവരാത്രി എന്ന് പറയുന്നത് അതിപാവനമായ ഒരു ആചാരം കൂടിയാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ ശിവാലയോട്ടം എന്ന് പറയുന്നത് തന്നെ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. തമിഴ്നാട്ടിലെ 11 ക്ഷേത്രങ്ങളിലാണ് ശിവാലയം ഓടുന്നതെങ്കിൽ പോലും അതിൽ ഭൂരിഭാഗവും പങ്കെടുക്കുന്നത് മലയാളികളാണെന്ന് പറയാം. ഇന്നും അതിനൊരു മാറ്റവും വന്നിട്ടില്ല. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരമാണെങ്കിൽ പോലും ഇന്നും ശിവാലയ ഓട്ടത്തിന് പങ്കെടുക്കുന്ന മലയാളികളുടെ പങ്കാളിത്തത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഓരോ വർഷം കഴിയും തോറും ശിവാലയ ഓട്ടം ഓടുന്ന മലയാളികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. മാത്രമല്ല പ്രധാനപ്പെട്ട 108 ശിവക്ഷേത്രങ്ങളിൽ ഭൂരിഭാഗവും കേരളത്തിലാണെന്നതും ഏറെ പ്രത്യേകത നിറഞ്ഞതാണ്. പാങ്ങോട് സൈനിക കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇടം തലസ്ഥാനവാസികൾക്ക് സുപരിചിതമാണ്. ഏറെ പ്രശസ്തമായ ഹനുമാൻ ക്ഷേത്രവും ഇവിടെയുണ്ട്. ഈ ഹനുമാൻ ക്ഷേത്രത്തിന് സമീപത്താണ് പ്രാചീൻ ശിവമന്ദിരം കാണപ്പെടുന്നത്. റോഡരികിലായി കൂറ്റൻ ഒരു ആൽമരത്തിന്റെ ചുവട്ടിലാണ് ക്ഷേത്രമുള്ളത്. ഈ ആൽമരത്തിന്റെ ചുവട്ടിൽ തന്നെയാണ് നാഗഫണധാരിയായ ശിവലിംഗം സ്ഥാപിച്ചിട്ടുള്ളതും. ശിവലിംഗത്തിന് മുന്നിലായി നന്ദിയും വലതുഭാഗത്ത് ഗണപതിയും മറ്റു ഉപദേവതകളെയും കാണാം. ഈ ശിവലിംഗം എന്നു മുതലാണ് സ്ഥാപിക്കപ്പെട്ടതെന്ന് പരിസരവാസികൾക്ക് പോലും അറിയില്ല. എന്നാൽ ഇവിടെ വന്നു പോകുന്ന എല്ലാവരും ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട്: തലസ്ഥാനത്തെ മഹാശിവക്ഷേത്രങ്ങളിൽ ഒന്നായി പ്രാചീൻ ശിവമന്ദിർ മാറാൻ ഇനി അധിക കാലമൊന്നും വേണ്ട എന്ന്. ശിവരാത്രിയോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു ഭഗവാന്റെ ഒരു ഇത് പറയാനായിട്ട് അവസരം കിട്ടിയതിൽ ഭഗവാന്റെ ഒരു വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ഞാൻ ഇവിടെ അടുത്ത് താമസിക്കുന്നതാണ്. ഞാൻ മിക്കവാറും വൈകിട്ട് സമയങ്ങളിൽ ഇവിടെ വന്ന് തൊഴാറുണ്ട്. രാവിലെ ഹസ്ബൻഡ് വരും. വളരെ പെട്ടെന്ന്, ഇത് വളരെ മുന്നേ ഉള്ള അമ്പലമാണെങ്കിലും ഞങ്ങൾ പണ്ടേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് ഭയങ്കര അഭിവൃദ്ധിയും പ്രോസ്പെരിറ്റിയും ഇതിലേ പോകുന്നവരാരും ഈ അമ്പലത്തിൽ കയറി തൊഴാതെ പോകാറില്ല. അത്ര ഇതാണ്. പിന്നെ ഇതിലേ പോകുന്നവരാണെങ്കിലും എല്ലാവരും രാവിലെ ആണെങ്കിലും നമുക്ക് ക്യൂ നിന്ന് വേണം തൊഴാനായിട്ട്. അത്ര ഇതായിട്ടുള്ള ഒരു ഈ അനുഭവമാണ് ഇതിവിടെ കാണുന്നത്. എല്ലാവർക്കും അത് മനസ്സിൽ എന്ത് ടെൻഷനായിട്ട് വന്നാലും ഭഗവാന്റെ അടുത്ത് വന്ന് അത് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ അതൊരു വല്ലാത്ത ഒരു ശാന്തതയും എന്തോ അതിങ്ങനെ എല്ലാവർക്കും അതിങ്ങനെ അനുഭവിച്ച് ഇങ്ങനെ വരുന്നത് കൊണ്ട് അതൊരു പ്രത്യേകതരം ഒരു അനുഭവം തന്നെ. ഞാൻ നിത്യം രാവിലെയും വൈകുന്നേരം വരാറുണ്ട്. ഭഗവാൻ വിളിച്ചു കഴിഞ്ഞാൽ വളരെ നമുക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും സാധിച്ചു തരാറുണ്ട്. പിന്നെ ഇവിടെ മുമ്പ് വന്നതിനേക്കാൾ ഒരുപാട് ഡെവലപ്മെൻ്റ് ആയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് പ്രത്യേക ഒരു ഷെഡൊക്കെ വന്നു. പിന്നെ രാവിലെ ഒരു 8-9 മണിക്കൊക്കെ വന്ന ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട് തൊഴാനായിട്ട്. ഇതിലെ പാസ് ചെയ്ത് പോകുന്ന എല്ലാവരും ഇവിടെ ക്ഷേത്രത്തിൽ ഇറങ്ങി 1 രൂപയെങ്കിലും ഇട്ടിട്ട് പോകുന്ന ആൾക്കാരേ ഉള്ളൂ. ശിവരാത്രിയിൽ പ്രത്യേക പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അന്നദാനമുണ്ട്. എന്തായാലും ഭഗവാനെ വിളിച്ച് തൊഴുതാൽ അതിനുള്ള ഐശ്വര്യം കിട്ടും. ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് മുതൽ നമ്മുടെ വടക്കുനാഥ ക്ഷേത്രം വരെയും ഈ ശിവരാത്രി ദിനത്തിൽ ശിവപഞ്ചാക്ഷരി മന്ത്രത്താൽ മുഖരിതമായിരിക്കും. യാമപൂജ ചെയ്ത് ശിവരാത്രി നോമ്പ് നോൽക്കാനായി ഭക്തരെല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. വളരെ കാലമൊന്നും ആയിട്ടില്ല ഈ ശിവക്ഷേത്രം ഈ ഒരു നിലയിലേക്ക് എത്തിയിട്ട്. എന്നാൽ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ ശിവഭഗവാന്റെ ശിവലിംഗമുണ്ട്. അവിടെ പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്. ആൾക്കാർ തൊഴുതു വരുന്നുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, ന്യാഗ്രോദേശ്വർ മഹാദേവൻ എന്നാണ് ഇവിടുത്തെ ശിവഭഗവാന്റെ മൂർത്തിയുടെ പേര്. ഈ പ്രാചീൻ ശിവമന്ദിർ ഒരു വളരെ ചെറിയ ക്ഷേത്രമാണ്. പക്ഷേ നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ, ഈ അമ്പലത്തിനകത്തേക്ക് കയറുമ്പോൾ എന്തെന്നില്ലാത്തൊരു ശാന്തത ഇവിടെ വരുന്ന ഓരോ ഭക്തർക്കും അനുഭവപ്പെടും. മറ്റൊരു പ്രധാന പ്രത്യേകത കൂടി പ്രാചീൻ ശിവമന്ദിറിനുണ്ട്. മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പൂജാരിമാർ തന്നെയാണ്.
ആ പ്രത്യേകത എന്താണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നില്ല. എൻ്റെ ക്യാമറ പേഴ്സൺ അരവിന്ദ് പറയുന്നുണ്ട്, അതുകൂടി പറയുന്നു. പക്ഷേ അത് ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും അനുഭവവേദ്യമാകേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ പ്രത്യേകത എന്താണെന്ന് അറിയാനായിട്ട് ഈ ശിവരാത്രി ദിനത്തിൽ ഓരോ ഭക്തർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നമസ്കാരം.